ഇങ്ങനത്തെ ലോഗോസ് ഫാസ്റ്റ് ആയിട്ട് ഫോട്ടോഷോപ്പിൽ ട്രേസ് ചെയ്യുന്ന ഫാസ്റ്റസ്റ്റ് ടെക്നിക്ക് നോക്കിയാലോ. ഈ ഒരു വീഡിയോ മിസ്സാവാതിരിക്കാൻ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഹലോ ഡിസൈനേഴ്സ്, ദിസ് ഇസ് ഡേ 30 ഓഫ് 100 Day 100 ഫോട്ടോഷോപ്പ് ടിപ്പ് സീരീസ്. അപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടന്നാലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലോഗോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് പോകുന്നത് ഫോട്ടോഷോപ്പിന്റെ സെറ്റിംഗ്സിലാണ്. വിൻഡോസ് യൂസേഴ്സ് എഡിറ്റ് പ്രിഫറൻസിൽ ടെക്നോളജി പ്രിവ്യൂസിൽ പോവുക. ടെക്നോളജി പ്രിവ്യൂസിൽ പോയിട്ട് എനേബിൾ കോണ്ടന്റ് അവെയർ ട്രേസിംഗ് ടൂൾ ഇതൊന്ന് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓൺ ആക്കിയിട്ടിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഫോട്ടോഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഫോട്ടോഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പ് ഒന്ന് തിരിച്ചെടുക്കുക. ഇപ്പൊ രണ്ടാമത് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയി. യെസ്, ഇതെന്തുകൊണ്ട് ആ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കിയിട്ട് ഫോട്ടോഷോപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൂൾ റിഫ്ലക്ട് ആവില്ല. ഇതാണ് നമ്മുടെ ഇമേജ്. നേരെ നമ്മൾ പെൻ ടൂളിലേക്ക് വരിക. പെൻ ടൂളിലേക്ക് വന്നതിന് ശേഷം പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കോണ്ടന്റ് അവെയർ ട്രേസിംഗ് ടൂൾ എന്ന് പറഞ്ഞൊരു സംഭവം ആക്ടിവേറ്റ് ചെയ്ത് കാണാം. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ഇമേജിന്റെ അടുത്തേക്ക് വന്നിട്ട് കൊണ്ടുവെക്കുമ്പോഴേ ഒരു സെലക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വീണ് കഴിയുമ്പോൾ ഒരു ഒറ്റ ക്ലിക്ക്, മേളിലത്തതും ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു ഒറ്റ ക്ലിക്ക്. ഇപ്പൊ രണ്ട് സെലക്ട് ആയിട്ടുണ്ട്. ഒന്ന് കൺട്രോൾ എൻറ്റർ അടിക്കുക. എൻറ്റർ അടിച്ചതിന് ശേഷം പുതിയൊരു ലെയറിൽ ഒരു ഫിൽ ലെയർ കൊടുക്കുക. നോക്കിയാൽ എന്ത് പെർഫെക്റ്റ് ആയിട്ട് ട്രേസ് ആയി നോക്കിയാൽ കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, വേഗം ട്രേസ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഫോട്ടോഷോപ്പിൽ തന്നെ ട്രേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൂൾ നിങ്ങൾക്ക് നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.